നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച മീൻകറിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ തിരണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത തിരണ്ടിയാണിത്. നമ്മുടെ വറുത്തരച്ച ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 മുറി തേങ്ങ, ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് 4 വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 1/4 ടീസ്പൂൺ കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഈ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഈ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്യാൻ വെക്കരുത്. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോക്കനട്ടിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോക്കനട്ടിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണിത്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ടേസ്റ്റും കൂടിയാണിതിന്. നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തേങ്ങയും എല്ലാ പൊടികളും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കോക്കനട്ട് നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം കോക്കനട്ട് ഓയിൽ ചേർത്താണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ഫിഷ് കറി നമുക്കിനി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഫിഷ് കറി എപ്പോഴും മൺചട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ സവാള, ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഫിഷിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പീസ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫിഷിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 1/2 കിലോ തിരണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷും ഗ്രേവിയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഫൈനലി നമ്മുടെ മീൻ കറിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഉള്ളി, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഉള്ളി ഒരു 5 പീസ് ചതച്ചെടുത്തതാണ്. നമുക്കിതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഈ മീൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തനി നാടൻ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അസാധ്യ ടേസ്റ്റിലുള്ള നമ്മുടെ ഫിഷ് വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുത്തശ്ശിമാർ തയ്യാറാക്കി തന്ന ആ ഒരു തനി നാടൻ രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു പീസ് മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.